നമ്മൾ തീറ്റ പറഞ്ഞു, ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്, ഒമേഗ ഏതാ ഒമേഗ എന്തായിരുന്നു? ആംഗുലർ വെലോസിറ്റി, ആൽഫ ആംഗുലർ ആക്സിലറേഷൻ. അപ്പോൾ നമുക്കറിയാം എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്, തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ്, വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്, ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ വെലോസിറ്റി ആണ്, എ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആണ്, ആൽഫ എന്ന് പറഞ്ഞാൽ ആംഗുലർ ആക്സിലറേഷൻ ആണ്. സോ ഇവർ തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ആ രണ്ട് റിലേഷൻ കൂടി ഒന്ന് നമ്മൾ നോട്ട് ചെയ്യണം. വി ഈക്വൽ ടു എന്താ? വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി, വി ഈക്വൽ ടു ആർ ഒമേഗ എന്ന് പറഞ്ഞാൽ ഈ വിയും ഒമേഗയും തമ്മിലുള്ള റിലേഷനാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇതിനൊക്കെ ഡെറിവേഷൻസ് ഉണ്ട്, അതൊന്നും നമ്മളിപ്പോൾ തരുന്നില്ല. എ ഈക്വൽ ടു ആർ ആൽഫ, ഈ ഇക്വേഷൻസ് നോട്ട് ചെയ്ത് വയ്ക്കുക. വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ആക്സിലറേഷനും ആംഗുലർ ആക്സിലറേഷനും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. ഓക്കെ, നോട്ട് ചെയ്ത് വയ്ക്കാം. ഇനി ഇത് കൂടാതെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഒമേഗ എന്ന് പറയുന്നത് വേറെ റിലേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ സാധനം 2π/t ആണ്, കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു സാധനം. അതുപോലെ തന്നെ 1/t എന്ന് പറഞ്ഞാൽ എഫ് ആണ്, അതുകൊണ്ട് ഇതിനെ നമുക്ക് 2πf എന്ന് വിളിക്കാം, ആംഗുലർ ഫ്രീക്വൻസി അല്ലേ? ഇങ്ങനെ ഒരു ഇക്വേഷൻ കൂടിയുണ്ട്. ഇതെങ്ങനെയാണ് വന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒമേഗ എന്ന് പറഞ്ഞാൽ θ/t അല്ലേ? ആണോ അല്ല? ഇവിടുന്ന് ഇവിടം വരെ എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രി. എത്ര റേഡിയനാ? π/2. അപ്പൊ ഇവിടുന്ന് ഇവിടം വരെ എത്ര ഡിഗ്രിയാ? 180 ഡിഗ്രി. എത്ര റേഡിയനാ? π റേഡിയൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് തുടങ്ങി ഒരു ഒബ്ജക്റ്റ് ഇവിടം വരെ വരണമെങ്കിൽ π റേഡിയനാ. അപ്പൊ തിരിച്ച് വീണ്ടും ഇവിടെ വരണമെങ്കിൽ ടോട്ടൽ എത്ര റേഡിയനാ? 2π. അപ്പൊ അവിടുത്തെ തീറ്റ എന്ന് പറഞ്ഞാൽ 2π അല്ലേ? അപ്പൊ ആ തീറ്റയുടെ വാല്യൂ 2π ആയി. ഇനി ഒരു പ്രാവശ്യം കറങ്ങാൻ എടുക്കുന്ന സമയത്തെ വിളിക്കുന്ന പേരാണ് ടൈം പീരീഡ്. അതാണ് 2π/T എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒമേഗ ഈക്വൽ ടു θ/t എന്ന് തന്നെയാണ് ഈ സാധനം വന്നിരിക്കുന്നത്. ഒമേഗ ഈക്വൽ ടു 2π/T. അതിൽ ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ടൈം പീരീഡ് ആണ്. സോ 1/ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ആണ്. അപ്പോൾ ഒമേഗയ്ക്ക് അങ്ങനെ ഒരു ഇക്വേഷനും ഉണ്ട്. നോട്ട് ചെയ്തോ? എഴുതാ കഴിഞ്ഞോ? ഓക്കെ. ഇനി അടുത്തൊരു റിലേഷൻ നോട്ട് ചെയ്യേണ്ടത്, മച്ചോട്ടെ, ഇതെല്ലാം മച്ചോട്ടെ, ശ്രദ്ധിച്ചോണേ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു പ്രാവശ്യം കറങ്ങുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ തീറ്റ എത്രയാ? അത് മനസ്സിലായോ ഇല്ലയോ? ഇനി റിപ്പീറ്റ് പറയണോ? ഒരു പ്രാവശ്യം കറങ്ങുക എന്ന് പറഞ്ഞാൽ ആ ഒബ്ജക്റ്റ് എത്ര മൂവ് ചെയ്തു? 2π. അപ്പൊ വീണ്ടും കറങ്ങിയാലോ എത്രയാ? 4π. അവിടുത്തെ തീറ്റ 4π. അപ്പൊ വീണ്ടും കറങ്ങിയാലോ 6π. കാര്യം മനസ്സിലായോ ഇല്ലയോ? വീണ്ടും കറങ്ങിയാലോ 8π. ആണോ അല്ലയോ? ഇപ്പൊ എത്ര പ്രാവശ്യം കറങ്ങി? അപ്പൊ നമ്പർ ഓഫ് റൊട്ടേഷൻസ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നാൽ മനസ്സിലാവുണ്ടോ? എത്ര പ്രാവശ്യം? നമ്പർ ഓഫ് റൊട്ടേഷൻസ് n ഈക്വൽ ടു θ/2π എടുത്താൽ മതി, ആൻസർ കിട്ടും. തീറ്റയുടെ വാല്യൂ 2π ആയാൽ ഈ തീറ്റയുടെ വാല്യൂ 2π എന്ന് ഇട്ട് കൊടുത്തേ. ഇവിടെ ഈ വാല്യൂ ഇവിടെ ഇട്ട് കൊടുക്കുക. 2π/2π എത്രയാ? 1. അപ്പൊ എന്നിന്റെ വാല്യൂ 1 ആണ്. ശരിയല്ലേ? ഒരു പ്രാവശ്യം കറങ്ങുമ്പോഴല്ലേ തീറ്റ 2π. തീറ്റയുടെ വാല്യൂ 4π ഇട്ട് കൊടുത്തേ. 4π/2π എന്നിന്റെ വാല്യൂ 2 ആണ്. 6π/2π എന്നിന്റെ വാല്യൂ 3 ആണ്. മനസ്സിലാക്കുക? അപ്പൊ നമ്പർ ഓഫ് റൊട്ടേഷൻസ് ഉള്ളതിന്റെ ഇക്വേഷൻ n ഈക്വൽ ടു θ/2π. n ഈക്വൽ ടു θ/2π. നോട്ട് ചെയ്യാം. ഓക്കെ. അടുത്തത് പറഞ്ഞോട്ടെ. നെക്സ്റ്റ് ആണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വേർഡ്? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. ഇക്വേഷൻ എഴുതിക്കോളാം. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ
എ സി എന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നു. സെൻട്രിപെറ്റൽ എന്താ ഇക്വേഷൻ ആർക്കെങ്കിലും? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഇക്വേഷൻ ആർക്കെങ്കിലും? എന്താ സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ? സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ mv²/r അല്ലേ? നമുക്കറിയാം F = ma. അപ്പൊ ഈ a ആണ് ഈ കിടക്കുന്നത്, ഇതാണ് ആക്സിലറേഷൻ. സോ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഞാൻ v²/r ആണ്. മനസ്സിലാവുണ്ടോ? F = ma പഠിച്ചിട്ടുണ്ടോ? F = ma m മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പോൾ ആ ആക്സിലറേഷൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആര് കിടക്കുന്നത്? v²/r. അപ്പോൾ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ v²/r ആണ്. നോട്ട് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു v = r⍵ എന്ന് പറഞ്ഞ റിലേഷൻ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ r⍵² വിയുടെ സ്ഥാനത്ത് r⍵ അപ്ലൈ ചെയ്യുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു r²⍵²/r. r² ക്യാൻസൽ ആകും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു r⍵². അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ആവശ്യമുണ്ട്. അണ്ടർലൈൻ ചെയ്തേക്കണ രണ്ടെണ്ണമാണ് നമുക്ക് ആവശ്യമുണ്ട്. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ v²/r എടുക്കാം, അല്ലെങ്കിൽ r⍵² എടുക്കാം. അത് ക്വസ്റ്റ്യനിൽ എന്താണോ ഡേറ്റ അതനുസരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി അറിഞ്ഞിരിക്കേണ്ടത്, ഞാൻ ഓടിച്ച് പറഞ്ഞു പോക്കോട്ടെ, പഠിപ്പിക്കുകയല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്താൽ, മനസ്സിലാക്കുക, ഒരു ഒബ്ജക്റ്റ് കറങ്ങുകയാണെങ്കിൽ, മൂവ് ചെയ്യാന്നല്ല, കറങ്ങുകയാണെങ്കിൽ അതിന് ഉറപ്പായിട്ടും എന്തുണ്ട്? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഉണ്ട്. മനസ്സിലായിക്കോണം. അതിൻ്റെ കോൺസെപ്റ്റ് ഒക്കെ പറയാൻ എനിക്ക് സമയമില്ല, അതുകൊണ്ടാണ്. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ആക്സിലറേഷൻ എന്നുള്ള വേർഡ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ചേഞ്ച് ഇൻ വെലോസിറ്റി. ഈ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. 5 m/s ഒരു സാധനം 6 m/s ആയാൽ അത് ചേഞ്ചാണ്. പക്ഷെ 5 m/s സാധനം അതേ 5-ൽ നിന്നുകൊണ്ട് തന്നെ ചേഞ്ച് വരാം, ഡയറക്ഷൻ മാറിയാൽ മതി. മനസ്സിലായോ? അങ്ങനെ ഡയറക്ഷൻ, മാഗ്നിറ്റ്യൂഡ് അല്ല മാറിയേക്കണത്. ആരാ മാറിയേ? ഡയറക്ഷൻ മാറിയാലും നമ്മളവിടെ അതിനെ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്നാണ് പറയണത്. അവിടെയാണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. ക്ലിയർ ആയോ? മാഗ്നിറ്റ്യൂഡിനല്ല അവിടെ ചേഞ്ച്. ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞെന്നുള്ളൂ. കോൺസെപ്റ്റ് കിട്ടിയില്ലേ വിട്ടേരെ, അത്രയും ഡെപ്തിൽ ഇപ്പോൾ പഠിപ്പിക്കാൻ സമയമില്ല, അതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഞാൻ തരാം. ഇപ്പോൾ 5 m/s മൂവ് ചെയ്യുന്ന ഒരു സാധനം കുറച്ച് കഴിയുമ്പോൾ 6 ആയി. വെലോസിറ്റി ചേഞ്ച് ആയോ ഇല്ലയോ? ആയി. പക്ഷേ നോക്കിയേ, നമ്മളൊരു സാധനം വട്ടത്തിൽ കറങ്ങാം. ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 5 m/s. ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 5 m/s. ആണോ ഇല്ലയോ? ഇവിടെ എത്തുമ്പോഴേ ഇതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 5 m/s. ഇപ്പോൾ ഈ ഫാൻ കറങ്ങുന്ന ആലോചിച്ചാൽ മതി, ഈ മുകളിലുള്ള ഫാൻ കറങ്ങുന്ന ആലോചിച്ചാൽ മതി. ഒരേ സ്പീഡിലല്ലേ കറങ്ങുന്നേ അല്ലേ? പക്ഷെ അതിൻ്റെ ഒരു ലീഫ് ഒന്ന് ആലോചിച്ച് നോക്കി, ആ ഒരു ലീഫിൻ്റെ ടിപ്പ് ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ലീഫാണ് ഈ കാണിച്ചേക്കുന്നത്. ഈ ലീഫ് തമ്മിൽ ഇങ്ങനെ വട്ടം വരച്ചേക്കണാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഈ ലീഫിൻ്റെ ടിപ്പ് ആലോചിച്ച് നോക്ക്, ഒരു ടിപ്പ്. അപ്പോൾ ആ ടിപ്പ് ഒരേ സ്പീഡിലാണ് കറങ്ങുന്നത്. അപ്പോൾ 5 m/s, ഇവിടെയും 5, ഇവിടെ 5, ഇവിടെ 5, എല്ലായിടത്തും 5 അല്ലേ? സ്പീഡ് സെയിം ആണോ അല്ലയോ? പക്ഷേ ഡയറക്ഷനോ ഡിഫറൻ്റാണ് അല്ലേ? അതിൻ്റെ ടാൻജൻ്റ് അല്ലേ? ഡയറക്ഷൻ മാറിയില്ലേ? ഇവിടുത്തെ ഡയറക്ഷൻ ഇങ്ങോട്ടും ഇവിടുത്തെ ഡയറക്ഷൻ ഇങ്ങോട്ടും സെയിം അല്ലല്ലോ? ഇല്ല. അപ്പോൾ അവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയും. ആ ചേഞ്ച് ഇൻ വെലോസിറ്റിയെ നമ്മൾ പറയുന്ന പേരാണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. ക്ലിയർ ആയോ? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ അവിടെ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ട്, പക്ഷെ അവിടെ ഡയറക്ഷനാണ് ചേഞ്ച് എന്ന് മാത്രം. ഇനി നമുക്ക് പഠിക്കേണ്ട, നമ്മൾ ഇത്രയും ഡെപ്തിലേക്ക് പോകാതെ സിമ്പിളായിട്ടൊന്ന് ഓർത്തിരിക്കേണ്ട കാര്യമുള്ളൂ. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ടുവേഴ്സ് ദ സെൻറ്റർ. എപ്പോഴും സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ടുവേഴ്സ് ദ സെൻറ്റർ. അതുകൊണ്ടാണ് സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ചോദിച്ചാൽ എങ്ങോട്ടാണ് പറയണ്ടേ? ടുവേഴ്സ് ദ സെൻറ്റർ. ക്ലിയർ? നോട്ട് ചെയ്ത് വെക്കണം, അത് നമുക്ക് ആവശ്യമുള്ളതാണ്. ടുവേഴ്സ് ദ സെൻറ്റർ എലോങ് ദ റേഡിയസ്. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ ചോദിച്ചാൽ ടുവേഴ്സ് ദ സെൻറ്റർ എലോങ് ദ റേഡിയസ്. ഓക്കെ ആണോ? കഴിഞ്ഞു? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഡയറക്ഷൻ ചോദിച്ചാൽ ടുവേഴ്സ് ദ സെൻറ്റർ എലോങ് ദ റേഡിയസ്. റേഡിയസിലൂടെ അകത്തേക്ക്. അപ്പോൾ ഇവിടെ വച്ചാണ് നിങ്ങളോട് ചോദ്യം ചോദിക്കണമെങ്കിൽ, ഇവിടെ നിന്നുള്ളിലേക്ക്, ഇത്രേ ഉള്ളൂ. ക്ലിയർ ആയോ? എവിടെ വച്ചാണോ ചോദിക്കണത് അവിടുന്ന് സെൻറ്ററിലേക്ക് വരയ്ക്കുക. ഓക്കെ അല്ലേ?
മാച്ചോട്ടെ. ഓക്കെ, ഇനി ശ്രദ്ധിച്ചു. അടുത്ത ടേമാണ്, ഞാൻ ഈ അടുത്ത ടേം കൂടി പറഞ്ഞിട്ട് വീണ്ടും സെൻട്രിപെറ്റൽ ആക്സിലറേഷനിലേക്ക് ഞാൻ വരും. അടുത്ത ടേം ലാസ്റ്റ്, ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ആണ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. ടാൻജൻഷ്യൽ ആക്സിലറേഷൻ, AT ടാൻജൻഷ്യൽ, അതിനെ V/T എന്നാണ് ഇക്വേഷൻ. സെൻട്രിപെറ്റൽ ആക്സിലറേഷന് വേറൊരു പേരുണ്ട് കേട്ടോ, അതും കൂടി ഒന്ന് നോട്ട് ചെയ്തേരെ. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ വേറൊരു പേരാണ് റേഡിയൽ ആക്സിലറേഷൻ. റേഡിയൽ കാരണം റേഡിയസ് വഴിയാണ് വരുന്നത്. മനസ്സിലായോ പറഞ്ഞേ? നമ്മൾ ആ ഡെഫിനേഷൻ വെച്ചേക്കണം നോക്കിയേ. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ടുവേഴ്സ് ദ സെന്റർ എലോങ് ദ റേഡിയസ് എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഓർത്തിരുന്നാൽ മതി. അതിനെ റേഡിയൽ ആക്സിലറേഷൻ എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, എനിവേ, സോ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ V/T ആണ്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയുന്ന പോലെ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ഡെൽറ്റ V/T. ഇതാണ് ലെറ്റർ. എന്താണെന്നും കൂടി ഒന്ന് നോക്കാം, ഈ കോൺസെപ്റ്റ് കൂടി നോക്കാം. ഇപ്പൊ ഈ ഫാൻ കറങ്ങുന്നുണ്ട്, ശ്രദ്ധിച്ചേ. എന്തൊരു ഒബ്ജക്റ്റ് കറങ്ങിയാലും, ശ്രദ്ധിക്കണേ, എന്തൊരു ഒബ്ജക്റ്റ് കറങ്ങിയാലും അവിടെ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഉണ്ട്. ഇത്ര ഓക്കെ അല്ലേ? അത് സ്പീഡ് കൂടി കറങ്ങിയാലും കുറഞ്ഞു കറങ്ങിയാലും പല വെലോസിറ്റി കറങ്ങിയാലും, കറങ്ങിയോ ആരുണ്ട്? കറങ്ങിയാൽ ആരുണ്ട്? കറങ്ങിയാൽ ആരുണ്ട്? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഉണ്ട്. കറങ്ങിപ്പോയാൽ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഉണ്ട്. എങ്ങോട്ടാണത്? ടുവേഴ്സ് ദ സെന്റർ. ഓക്കെ, കറങ്ങിയാൽ അതുണ്ട്, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഉണ്ട്. പക്ഷെ എപ്പോഴും ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഇല്ല. ടാൻജൻഷ്യൽ ആക്സിലറേഷൻ അറിയാമോ ഇല്ലയോ? ആർക്കെങ്കിലും അറിയാമോ ഇല്ലയോ? ഇല്ല. നോക്കിയോ, ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എപ്പോഴാണ് വരുന്നത്? എപ്പോഴാണോ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിന്റെ സ്പീഡ് ചേഞ്ച് ചെയ്യുന്നത് ആ സമയത്ത് മാത്രം ആക്ട് ചെയ്യുന്നതാണ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നമുക്ക് റെഗുലേറ്റർ ഇല്ലേ, ഫാനിന്റെ റെഗുലേറ്റർ ഇപ്പൊ 3-ലാന്ന് വിചാരിക്കും. എത്രയില? 3-ൽ. ഈ 3-ൽ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കൂലേ? നമ്മളൊന്ന് ആലോചിക്കുക, നമ്മൾ ആ 3-ൽ നിന്ന് 4-ലേക്ക് ഇട്ടു എന്ന് വിചാരിക്കാം. എന്ത് സംഭവിക്കും? സ്പീഡ് കൂടും. ക്ലിയർ ആയോ ഇല്ലയോ? അപ്പോൾ അത് സ്പീഡ് കൂടാൻ ഒരു സമയം എടുക്കില്ലേ? 3-ൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം 4-ലാകുമ്പോൾ അതിന്റെ സ്പീഡ് ഒന്ന് കൂടും. ആ 4-ൽ പിന്നെ അത് കോൺസ്റ്റന്റ് ആയിട്ട് കറങ്ങും. ആണോ അല്ലയോ? കിട്ടിയോ ഇല്ലയോ? അപ്പൊ അവിടെ ഒരു ചേഞ്ച് വന്നില്ലേ? ഈ റെഗുലേറ്ററിന് 3-ൽ ഇട്ടപ്പോ ചുമ്മാ ഒരു ചിന്ത പോണേ. റെഗുലേറ്റർ ഞാൻ എത്രയിലാണ് ഇട്ടേക്കണേ? 3-ൽ ഇടുമ്പോൾ അതിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 50 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ 50 റേഡിയൻ പെർ സെക്കൻഡ് ആണെന്ന് വിചാരിക്കാം. എത്രയാണ്? കാരണം കറങ്ങുമല്ലേ, ആംഗുലർ പറയാം. ക്ലിയർ ആയോ? റെഗുലേറ്റർ 3-ൽ ഇടുമ്പോൾ സ്പീഡ് എത്രയാണ്? ആംഗുലർ വെലോസിറ്റി എത്രയാണ്? 50. ഇനി റെഗുലേറ്റർ ഞാൻ എത്രയിലേക്ക് മാറ്റി? 4-ലേക്ക് മാറ്റി. അപ്പോ അത് 60 റേഡിയൻ പെർ സെക്കൻഡ് ആയി വിചാരിക്കാം. ക്ലിയർ ആയോ? സ്പീഡ് കൂടുവല്ലേ ചെയ്യണേ? റെഗുലേറ്റർ ഞാൻ കൂട്ടുന്ന 3-ൽ നിന്ന് 4-ലേക്ക് മാറ്റുന്ന എന്തിനാ? സ്പീഡ് കൂടാനല്ലേ? ആണോ? അപ്പോ ഇവിടെ ആദ്യത്തെ ഒമേഗ എത്രയാ? 50. രണ്ടാമത്തെയോ? 60. ഈ 50 റെഗുലേറ്റർ മാറ്റിയ ഒട്ടനെ അടുത്ത മൊമെന്റിൽ 60 ആവുമോ? കുറച്ച് സമയം എടുക്കൂലേ? അപ്പൊ അവിടെ ഒരു ടൈം ടേക്കൺ ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? ക്ലിയർ ആയോ പറഞ്ഞേ? ഇനി നമ്മൾ ഇത് മീറ്റർ പെർ സെക്കൻഡിലേക്ക് ഒന്ന് കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി നോക്കി. 50 മീറ്റർ പെർ സെക്കൻഡിലുള്ള സാധനം 60 മീറ്റർ പെർ സെക്കൻഡിലേക്കായി. കാര്യം മനസ്സിലാവുണ്ടോ? കറങ്ങുന്ന ഒരു സാധനത്തിന്റെ ടാൻജൻഷ്യൽ വെലോസിറ്റി ആയി പറയുന്നത് ടാൻജൻഷ്യൽ. ക്ലിയർ ആയി പറഞ്ഞത്? അപ്പോൾ ടാൻജൻഷ്യൽ പറയുമ്പോൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് പറയാം. ആംഗുലർ പറയുമ്പോഴാണ് റേഡിയലിലേക്ക് പോകുന്നത്. കൺഫ്യൂഷൻ ആവരുത്. നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് മതി തൽക്കാലം, പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി. 50 മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്യുന്ന ഒരു സാധനം ഞാൻ സ്പീഡ് ഒന്ന് കൂട്ടുവാണ്, ആക്സിലേറ്റർ കൂട്ടുകയാണ്. അപ്പോൾ 60 മീറ്റർ പെർ സെക്കൻഡിലേക്കാവും. അതിന് കുറച്ച് സമയമെടുക്കും. ആ ടൈമാണ് ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്നത്. ഇനി ഒരിക്കലും അത് കോൺസ്റ്റന്റ് ആയാൽ 4-ൽ കറങ്ങി എന്ന് വിചാരിക്കാം, ആ സമയത്ത് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഇല്ല. നോക്കാം, ഒന്നും കൂടി നോക്കാം. ആദ്യം പോലെ ഒന്നും കൂടി കോൺസെപ്റ്റ് നോക്കാം. കോൺസെപ്റ്റ് ഒന്നുകൂടി മനസ്സിലാക്കുക. ഒരു സാധനം കറങ്ങിയാൽ ആരുണ്ട്? ഏത് ആക്സിലറേഷൻ ഉണ്ട്? കറങ്ങി എന്ന് പറഞ്ഞു പോയാൽ ആരുണ്ട്? സെൻട്രിപെറ്റൽ ഉണ്ട്. ഇനി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എപ്പോഴാണോ സ്പീഡ് ചേഞ്ച് ആകുന്നത്, ക്ലിയർ? എപ്പോഴാണോ സ്പീഡ് ചേഞ്ച് ആകുന്നത് അത്രേ സമയത്തേക്ക് മാത്രം ആക്ട് ചെയ്യുന്ന ഒരാളാണ് ആര്? ടാൻജൻഷ്യൽ. സ്പീഡ് കോൺസ്റ്റന്റ് ആയി പോയാൽ പിന്നെ ഇല്ല. ആ കുറച്ച് ടൈം
നേരത്തേക്ക് മാത്രം എക്സ്ട്രാ ഒരാളും കൂടി ഉണ്ടാവും. അതാരാ? ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. ക്ലിയർ ആയോ? അത്രയും ക്ലിയർ ആയോ? അപ്പൊ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എപ്പോഴും ഉണ്ടോ? ഇല്ല. ഇപ്പൊ ഈ ഫാനിന് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഉണ്ടോ? ഇല്ല. ഞാൻ റെഗുലേറ്റർ മാറ്റി കഴിഞ്ഞാൽ ആ കുറച്ച് സമയത്തേക്ക് ആരുണ്ടാവും? ടാൻജൻഷ്യൽ ഉണ്ടാവും. സെൻട്രിപെറ്റൽ എപ്പോഴും ഉണ്ട്, അതിന്റെ കൂടെ ടാൻജൻഷ്യൽ ഉണ്ടാവും. ക്ലിയർ? ഇനി റെഗുലേറ്റർ ഞാൻ കുറച്ചാലോ? അപ്പോഴും ആരുണ്ടാവും? ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. സ്പീഡിന് ചേഞ്ച് വരുന്നിടത്തൊക്കെ ആരുണ്ടാവും? ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഉണ്ടാവും. ക്ലിയർ? ഓക്കെ. ഈ ടാൻജൻഷ്യൽ ആക്സിലറേഷന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോളാം, ഒരു ഒബ്ജക്റ്റ് കറങ്ങുമ്പോൾ അതിന്റെ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ നടുക്കോട്ട് ടുവേഴ്സ് ദ സെന്റർ ആണ്. ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ടുവേഴ്സ് ദ ടാൻജന്റ്. അതുകൊണ്ടാണ് ആ പേര് വന്നത് AT. കിട്ടി? മനസ്സിലായി? ഇത്രയും കിട്ടിയോ? ഇനി ഇത് രണ്ടും കഴിഞ്ഞിട്ട് നമ്മളോട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത് നെറ്റ് ആക്സിലറേഷൻ എന്നാണ്. എന്താ നെറ്റ് ആക്സിലറേഷൻ? രണ്ടും കൂടി ചേർന്നത്. ചിലപ്പോൾ ഒരു സ്ഥലത്ത് രണ്ടും വരും. ഇപ്പൊ നോക്കിയേ, ഞാൻ റെഗുലേറ്റർ മാറ്റുന്ന ആ ഒരു സമയത്ത് ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് ആലോചിക്കേ. മാറ്റി ആ സമയത്ത് ആരൊക്കെ ഉണ്ട്? സെൻട്രിപെറ്റൽ എന്തായാലും ഉണ്ട്, പിന്നെ ആരും ഉണ്ട്? ടാൻജൻഷ്യൽ. അപ്പൊ അറ്റ് എ ടൈമിൽ രണ്ടുപേരും വന്നില്ലേ? അപ്പൊ രണ്ടുപേരും കൂടി വന്നാൽ ഈ രണ്ടുപേരുടെയും വെക്ടർ സം എടുക്കണം. കാരണം ആക്സിലറേഷൻ എന്ന് പറയുന്നത് വെക്ടറാണ്. ശരിയാണോ? എങ്ങനെയാ വെക്ടർ സം എടുക്കണേ? ഒരു വെക്ടറിന്റെ സം എങ്ങനെ എടുക്കണേ? റിസൾട്ടന്റ് അവർക്ക് √(a² + b² + 2ab cos θ. ഇവിടെ തീറ്റ എത്രയാ? 90°. അപ്പൊ cos 90 എത്രയാ? 0. അപ്പൊ ലാസ്റ്റ് ടേം പോയി. അപ്പൊ √(a² + b² മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നെറ്റ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് √(a² + b², രണ്ടാമത്തെ വെക്ടർ. അപ്പോൾ √(ac² + 80². മൂന്നാമത്തെ ടേം cos 90 0 ആയി പോകും. ക്ലിയർ ആയോ ഇല്ലയോ? ഓക്കെ ആണോ? ഇപ്പൊ ഈ പറഞ്ഞ എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടോ? അങ്ങനെ നമ്മുടെ ഈ ഒരു സെഷൻ കഴിഞ്ഞു. നോക്കാം. ഓക്കെ. പഴയ പോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ബാക്കി നിങ്ങൾക്ക് വാട്സപ്പ് കിട്ടിയായിരുന്നോ? ഫസ്റ്റ് 2 ചാപ്റ്ററിൻ്റെ വാട്സപ്പ് സൊല്യൂഷൻ കിട്ടിയായിരുന്നോ? തന്നില്ലേ? ഞാൻ അന്ന് തന്നെ കൊടുത്തിട്ടാണല്ലോ. നിങ്ങൾക്ക് ആർക്കും അയച്ചു തന്നില്ല? വരട്ടെ ചോദിക്കാം. ഇന്നിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നിട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത് എല്ലാ ദിവസവും ഞാൻ അന്നേരം പോകുമ്പോൾ ഞാൻ ഫുൾ സൊല്യൂഷൻ എഴുതിയിട്ടുണ്ട്, അത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ളതിൻ്റെ സൊല്യൂഷൻ നിങ്ങളുടെ ബുക്കിൽ തന്നെയുണ്ട്. ക്ലാസ് ഡിസ്കഷൻ എന്ന് പറഞ്ഞ സെഷൻ്റെ മാത്രം ഞാൻ കംപ്ലീറ്റ് സൊല്യൂഷനായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ക്ലാസ്സിൽ ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ. നമുക്ക് കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അടുത്ത ലോസ് ഓഫ് മോഷൻ കൂടി നോക്കണമെന്ന്. ഓക്കെ, നോക്കിക്കോളൂ. ഒരു സ്ലോട്ടി പറഞ്ഞ് തീരണോ വേണ്ടയോ? എനിക്ക് ഈ ഇത്രയൊന്നും പണിയില്ല. എന്ത് ചെയ്താൽ മതി? ക്വസ്റ്റ്യൻ എടുക്കുക, ആൻസർ എഴുതുക, ക്വസ്റ്റ്യൻ എടുക്കുക, ആൻസർ എഴുതുക. എന്ത് സുഖമാണെന്നറിയാം. പഠിച്ചിട്ട് വരുമോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് എളുപ്പമുണ്ട്. നമുക്ക് നാളത്തെ ക്ലാസ് മുതൽ തിയറി വേണ്ടെന്ന് വെച്ചാലോ? ഒന്ന് ക്വസ്റ്റ്യൻ മാത്രം ചെയ്താൽ മതിയോന്ന് പോരാ. പാടാണ്. എന്നാ ബാ എടുക്ക്. പെട്ടെന്ന് മോഷൻ പ്ലെയിൻ എടുക്കുക. ക്ലാസ് ഡിസ്കഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ? ജസ്റ്റ് വായിച്ചു നോക്കിയോ, ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ജസ്റ്റ് എല്ലാ ടോപ്പിക്കും ഒന്ന് ടച്ച് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. ഒരു ഓർഡറിലൊന്നും ആയിരിക്കില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് കമ്പോണന്റ് ഓഫ് വെക്ടർ എ ഈസ് 3 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് കമ്പോണന്റ് ഓഫ് വെക്ടർ എ, വെക്ടർ എയുടെ എക്സ് കമ്പോണന്റ്. അപ്പൊ എ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3. കാര്യം മനസ്സിലായില്ലേ? ഓക്കെ. ആൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഈസ് 5 എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്നത് 5 ആണെന്ന് അവർ തന്നിട്ടുണ്ട്.
ക്ലിയർ? വെക്ടർ എ എന്ന് പറയുന്ന 5 ആണ്, അതിന്റെ എക്സ് കമ്പോണന്റ് 3 ആണ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വൈ കമ്പോണന്റ് ഓഫ് വെക്ടർ എ? അപ്പൊ ആരെയാ കണ്ടുപിടിക്കണ്ടേ? എ വൈ അല്ലേ കണ്ടുപിടിക്കണ്ടേ? വൈ കമ്പോണന്റ് അല്ലേ വേണ്ടേ? പെട്ടെന്നൊന്ന് ചെയ്തു പോവാം. നമ്മൾ ഇത് നേരത്തെ ചെയ്തതാണ്. എ എന്ന് പറഞ്ഞ റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ. മോഡുലസ് ഓർമ്മയുണ്ടോ? മോഡുലസ് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ മോഡുലസ് ആണെന്ന് വല്ല ഓർമ്മയുണ്ടോ? ആ സാധനമല്ലേ ഈ ചെയ്തേക്കണത്. റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ ആണ്. എ എത്രയാന്ന് തന്നിട്ടുണ്ട്? 5. റൂട്ട് ഓഫ് എ എക്സ് എത്രയാന്ന് തന്നിട്ടുണ്ട്? 3. അപ്പൊ 3 സ്ക്വയർ പ്ലസ് എ വൈ നമുക്ക് വേണം. അപ്പൊ എ വൈ സ്ക്വയർ. ഈ റൂട്ട് നമുക്ക് ഇഷ്ടമല്ല. ഇഷ്ടമാണോ? എങ്ങനെ കളയാം? ഈ റൂട്ടിനെ എങ്ങനെ കളയാം? മൊത്തം സ്ക്വയർ ചെയ്യുക. ശരിയല്ലേ? അപ്പൊ മൊത്തം സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും? LHS എത്ര വരും? 25. ഇവിടെ എത്ര വരും? റൂട്ട് പോയി. അപ്പൊ 3 സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ, ദാറ്റ് ഈസ് 25 ഈക്വൽ ടു 9 പ്ലസ് എ വൈ സ്ക്വയർ. അപ്പൊ എ വൈ സ്ക്വയർ എത്രയാ? ഈ 25 മൈനസ് 9 എത്ര വരും? എ വൈ സ്ക്വയർ ഈക്വൽ ടു 16. ക്ലിയർ ആണോ? 25 മൈനസ് 9 16. അപ്പൊ എ വൈ സ്ക്വയർ 16 ആണെങ്കിൽ എ വൈ എത്രയാ? റൂട്ട് 16. എത്രയാ? 4. ആൻസർ കിട്ടിയോ? ഓക്കെ, നോട്ട് ചെയ്യാ. ചെയ്തതിൽ ഡൗട്ട് ഉണ്ടോ? ക്വസ്റ്റ്യൻ എന്താ ചെയ്തതെന്ന് മനസ്സിലായില്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അവിടെ മോഡുലസ് ആണ് കാണേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ചെയ്തു വെച്ചേക്കണത്. നോക്കാം, നിങ്ങൾ ന്യൂമറിക്കൽ ചെയ്യുന്നതിലല്ല, ഇപ്പം തൽക്കാലം നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ചെയ്യുന്നതിൽ കോൺസെപ്റ്റ് എങ്ങനെയാണ് ഇത് ചെയ്തതെന്ന് അറിയില്ലെങ്കിൽ അപ്പോൾ ചോദിച്ചോളാം. ന്യൂമറിക്കൽ വയ്യ വീട്ടിൽ നിന്ന് വയ്യ ചെയ്ത് നോക്കിയാലും മതി കേട്ടോ. സമയം അതിന് വേണ്ടി ഇപ്പം കളയണ്ട. അടുത്ത പറഞ്ഞോട്ടെ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. A person moves 30 meter north. അങ്ങനെയാണോ? ഏതാ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ഡയറക്ഷൻ അറിയാമോ? ഇതേതാ? ശരിയല്ലേ? ഓക്കെ, അപ്പൊ ഇനി കഥ നോക്കിയേ. എ പേഴ്സൺ മൂവ്സ് 30 meter north. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. 30 meter നോർത്തിലേക്ക് മൂവ് ചെയ്തു. 30 meter മുകളിലേക്ക്, നോർത്ത്. അപ്പൊ നമ്മൾ ആ കഥ ഒന്ന് ആലോചിക്കുക. ഒരാള് മുകളിലേക്ക് മൂവ് ചെയ്തു 30 meter, then 30 meter ഈസ്റ്റ്. അപ്പൊ ഇപ്പൊ ഇയാൾ ഇവിടെയാ, ഇവിടുന്ന് ഈസ്റ്റിലേക്ക്. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് അല്ലേ? അയാൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, അയാൾ 30 meter ഇങ്ങോട്ട് വന്നു, പിന്നെ ഈസ്റ്റിലേക്ക് 30 meter പോയി. ശരിയാണോ? ഓക്കെ, ഇനി എന്താ ചോദിച്ചേക്കണത്? അല്ല, then 30 √2 meter സൗത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സൗത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സൗത്ത് എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ എങ്ങോട്ട് വരയ്ക്കണമായിരുന്നു? ഈ പോയിന്റ് ഇപ്പൊ അയാൾ എവിടെയാണ് നിൽക്കണത്? ഇവിടെയാണോ? ഇവിടെയല്ലേ? അപ്പൊ ഇയാൾ ഇനി ഇവിടെ നിൽക്കുക. ഇവിടുന്ന് ഞാൻ പറയുന്ന കോൺസെപ്റ്റ് ശരിക്കും ആലോചിക്കുക. ഇവിടുന്ന് ഇയാള് സൗത്തിലേക്ക് പോവാന്ന് പറഞ്ഞാൽ എങ്ങോട്ട് വരയ്ക്കണം? നേരെ താഴേക്ക്. ഇവിടുന്ന് ഇയാൾ നോർത്തിലേക്ക് പോവാന്ന് പറഞ്ഞാൽ എങ്ങോട്ട് വരയ്ക്കണം? മുകളിലേക്ക് അല്ലേ? ഇനി ഇവിടുന്ന് ഇയാള് സൗത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് വരയ്ക്കണം? സൗത്ത് ഈസ്റ്റ്. സൗത്ത് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാ? താഴേക്ക്. നോർത്ത് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാ? ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാ? വെസ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാ? അപ്പൊ സൗത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാ? താഴേക്ക് കൊണ്ട് ഈസ്റ്റിലേക്ക് കൊണ്ട്. അപ്പൊ ഇങ്ങോട്ട് വരയ്ക്കണം. കിട്ടിയോ? സൗത്ത് ഈസ്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഇങ്ങോട്ട് വരയ്ക്കണം. ക്ലിയർ ആയോ ഇല്ലയോ? പക്ഷെ ക്വസ്റ്റ്യൻ അങ്ങനെയല്ല, സൗത്ത് വെസ്റ്റ് എന്നാണ്. അപ്പൊ എങ്ങോട്ടാ വരയ്ക്കണ്ടേ? ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായോ? ഇനി എനിക്കറിയത്തില്ല ഈ തുടങ്ങിയ പോയിന്റ് തന്നെയാണോ അയാൾ നിൽക്കണേന്ന് എനിക്ക് അറിയത്തില്ല. അറിയാമോ? അറിയത്തില്ല. സൗത്ത് വെസ്റ്റ് ഡയറക്ഷനെ അവർ പറഞ്ഞിട്ടുള്ളൂ. നോക്കിക്കേ, ശരിയാണോ നോക്ക്. 30 √2 meter ഡയറക്ഷൻ
സൗത്ത് വെസ്റ്റ്. ഡയറക്ഷൻ ക്ലിയർ ആയോ? ഞാൻ വരച്ചത് ക്ലിയർ ആയോ? ഓക്കെ. ഹിസ് ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ ഒറിജിനൽ പൊസിഷൻ. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഒന്ന് കാണാം. എന്താ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ? കോൺസെപ്റ്റ് വൈസ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞേ ഇനീഷ്യലും ഫൈനലും നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെയാണ് തുടക്കം. ഇപ്പോൾ സപ്പോസ് നമ്മളൊരു അസംഷൻ എടുക്കുകയാണ്, ഇതിവിടെ തന്നെ നിന്നു എന്ന് വിചാരിക്കാം. നമുക്കറിയില്ല. നമ്മളിപ്പോൾ വിചാരിക്കുകയാണ് തുടങ്ങിയിടത്ത് തന്നെ വന്ന് നിന്നു. ആണോ അല്ലയോ? തുടങ്ങിയിടത്ത് തന്നെ വന്ന് നിന്നു. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 0. ശരിയല്ലേ? ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആയി വന്നാൽ ഡിസ്പ്ലേസ്മെന്റ് 0 ഉണ്ട്. അപ്പോൾ ഇത് ശരിയാണോ നോക്കിയേ. നമുക്ക് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് എന്ന് വിചാരിച്ചേ. ഈ എക്സ് എന്ന് പറയണതല്ലേ 30√2 എന്നവർ പറഞ്ഞിരിക്കുന്നത്? ആണോ അല്ലയോ? ആ എക്സ് 30√2 ആണോ എന്ന് ശരിക്കും നോക്കാം. ഇതൊരു ട്രയാങ്കിൾ അല്ലേ? ഈ ട്രയാങ്കിള് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ട്രയാങ്കിൾ എന്ന് പറയുന്നത് √30² + 30² അല്ലേ? അത് 30√2 കിട്ടുമോ നോക്കാം. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ഈ പോയിന്റ് തന്നെയാ. എന്താ 30² + 30²? ഒന്നും ചെയ്യണ്ട. 2 × 30² അല്ലേ? 2 പ്രാവശ്യം അല്ലേ? ഈ 30² റൂട്ടിന് വെളി വരുമ്പോൾ എത്രയാവും? അപ്പൊ 30√2 അല്ലേ? അതല്ലേ ഈ കിടക്കണേ. മനസ്സിലായോ? അപ്പൊ പോയിന്റ് കറക്റ്റ് തന്നെയല്ലേ? നമ്മൾ തുടങ്ങിയിടത്ത് തന്നെയല്ലേ എത്തിയേക്കണത്. സോ അപ്പൊ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് ശരിക്കും? 0 ആണ്. 30√2 ഡിസ്പ്ലേസ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അയാൾ തുടങ്ങിയിടത്ത് തന്നെയാണ് നിൽക്കുന്നത്. കിട്ടി? അടുത്തൊരു കഥയാണ്. ചുമ്മാ വായിച്ചു പോകാനുള്ളൂ. ഓക്കെ, അടുത്ത പറഞ്ഞോട്ടെ. അടുത്ത പിക്ചർ ഒന്ന് നോക്കി, എന്നിട്ട് ആ കഥ ഒന്ന് വായിച്ചു നോക്കി. അല്ലേ? അടുത്ത പിക്ചർ, തേർഡ് ക്വസ്റ്റ്യനിൽ ഇങ്ങനെയൊരു ഫിഗർ ഉണ്ട്. പി എന്ന് പറഞ്ഞൊരു പോയിന്റ്, ക്യൂ എന്ന് പറഞ്ഞൊരു പോയിന്റ്, സി, എ, ബി, ഡി. ഇങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? ആണോ അല്ല? ഓക്കെ, ഇനി കഥയൊന്ന് നോക്കി. കഥ ശരിക്കും വളരെ സാവകാശം നോക്കി. 4 ഗേൾസ്, എത്ര പേരുണ്ട്? 4 പേര്. ഓൺ എ സർക്കുലർ ഐസ് ഗ്രൗണ്ട് ഓഫ് റേഡിയസ് 200 മീറ്റർ. സ്റ്റാർട്ട് ഫ്രം എ പോയിന്റ്. അവിടെ മുതലൊന്ന് ഫോക്കസ് ചെയ്യണേ. എവിടുന്നാ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ? ഇങ്ങോട്ട് നോക്കി, എല്ലാവരും നോക്കി. എവിടുന്നാ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്? പി. അപ്പൊ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഏതാണ്? പി. അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇവിടെ എത്ര ഗേൾസ് ഉണ്ട്? 4 ഗേൾസ്. ഓക്കെ, അതിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ഗേള് എ എന്ന് പറയുന്ന പാത്തിലൂടെ പോയി, രണ്ടാമത്തെ ഗേള് ബി എന്ന് പറയുന്ന പാത്തിലൂടെ പോയി, മൂന്നാമത്തെ ഗേള് സി, നാലാമത്തെ ഗേള് ഡി. ഓക്കെ, അങ്ങനെ എവിടെ എത്തി? പിയിൽ നിന്ന് എവിടെ എത്തി? ക്യൂവിലെത്തി. ഇത്രയും കഥ ക്ലിയർ ആണോ? പിയിൽ നിന്ന് ക്യൂവിലെത്തി. ബാക്കി ഒന്ന് വായിച്ചു നോക്കിയോ. ഓൺ ദ എഡ്ജ് ഓഫ് ദ ഗ്രൗണ്ട് ആൻഡ് റീച്ച് എ പോയിന്റ് ക്യൂ diametrically opposite to P following different paths as shown in figure. ഇത്രയും കഥ വ്യക്തമല്ലേ? നമ്മൾ ഈ പറഞ്ഞ കഥയാണ് അതിൽ എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനിഷ്യൽ പൊസിഷൻ ഏതാ? ഫൈനൽ പൊസിഷൻ ഏതാ? സോ വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്? ഈ വരച്ചേക്കണയിലെ ഡിസ്പ്ലേസ്മെന്റ് ആരാ? ആ ഡയമീറ്റർ അല്ലേ? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലേ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞത്? അപ്പൊ ഏത് കുട്ടി പോയതാ ഡിസ്പ്ലേസ്മെന്റ് വരുന്നത്? സി. അപ്പൊ സി എന്ന് പറഞ്ഞ കുട്ടി, അല്ലെങ്കിൽ സി, ആ കുട്ടി ആയിരിക്കില്ലേ ആക്ച്വൽ പാത്തും ഡിസ്പ്ലേസ്മെന്റ് സെയിം ആയി വരുന്നത്? അതല്ലേ ആൻസർ ഏതാ? അപ്പൊ ഓപ്ഷൻ ഏതാ? സി. കഴിഞ്ഞു. മനസ്സിലായോ? ഓക്കെ, നോട്ട് ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ, 4th ക്വസ്റ്റ്യൻ. ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, 4ാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു സാധനം നിങ്ങൾക്ക് തരാനുണ്ട്. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കുറച്ച് ന്യൂമറിക്കലാണ് 4ാമത്തെ ക്വസ്റ്റ്യൻ, കുറച്ച് ന്യൂമറിക്കലാണ്. 4 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ മോഡലിലേക്ക് പോകാം. പിന്നെ പ്രൊജക്റ്റൈലൊക്കെ ഉള്ള മോഡലിലേക്ക് പോകാം കേട്ടോ. നമുക്ക് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കേണ്ട. ബാക്കി ഞാൻ അയച്ചേക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ, 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോ.
എ മോട്ടോർ ബോട്ട് covers a given distance in 6 hours moving downstream. അങ്ങനെ ഒരു വേർഡ് നമ്മൾ കേട്ടിട്ടുണ്ട്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്താ ഇങ്ങനെ ഒരു വേർഡ് കേട്ടിട്ടുണ്ടോ? ഡൗൺ സ്ട്രീം എന്ന്, ഡൗൺ സ്ട്രീം അപ് സ്ട്രീം എന്ന് കേട്ടിട്ടുണ്ടോ ഇല്ലയോ? ഡൗൺ സ്ട്രീം അപ് സ്ട്രീം കേട്ടിട്ടുണ്ടോ ഇല്ലയോ? ഇല്ല. നോട്ട് ചെയ്ത് വെച്ചു. ഇങ്ങനത്തെ കഥകൾ വന്നു കഴിഞ്ഞാൽ ഒരു പുഴയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക, ഡൗൺ സ്ട്രീം എന്നുള്ള വേർഡ് വന്നാൽ എലോങ് ദ കറണ്ട് എന്നാണ് അർത്ഥം. നോട്ട് ചെയ്ത് വെക്കണേ, എഴുതി വെക്കണേ. എലോങ് ദ കറണ്ട്. മറ്റേത് എഗൻസ്റ്റ് ദ കറണ്ട്. എലോങ് ദ കറണ്ടും എഗൻസ്റ്റ് ദ കറണ്ടും. പറഞ്ഞു തരാം എന്താണ് കറണ്ട് എന്ന് ഉദ്ദേശിക്കുന്ന വെള്ളത്തിന്റെ ഫ്ലോയെ വിളിക്കുന്നവരാണ്. കറണ്ട് എന്ന് പറഞ്ഞാൽ ഫ്ലോ എന്ന മീനിങ്. ഇലക്ട്രിക് കറണ്ട് അല്ലേ? ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ചാർജ് ഫ്ലോ ചെയ്യുകയാണ്. കറണ്ട് ഇലക്ട്രിസിറ്റി പഠിച്ചതല്ലേ? ഹീറ്റ് കറണ്ട്, ഹീറ്റ് ഫ്ലോ ചെയ്യുക. കറണ്ട് എന്നുള്ള വേർഡ് മീനിങ് ശരിക്കും ഫ്ലോ. ക്ലിയർ? അപ്പോൾ വാട്ടർ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടറിൻ്റെ ഫ്ലോ. അപ്പോൾ പുഴ അങ്ങോട്ട് ഒഴുകുക എന്ന് വിചാരിക്കുക. ശ്രദ്ധിച്ചു നോക്കി. പുഴ അങ്ങോട്ട് ഒഴുകുക. അതേ ഡയറക്ഷനിൽ ബോട്ട് മൂവ് ചെയ്താലോ? പറഞ്ഞ് മനസ്സിലായോ? പുഴ എങ്ങോട്ടാണോ ഒഴുകുന്നത് അതേ ഡയറക്ഷനിൽ ബോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ഡൗൺ സ്ട്രീം, എലോങ് ദ കറണ്ട്. ഓക്കെ. പുഴ അങ്ങോട്ടും ബോട്ട് ഓപ്പോസിറ്റുമാണ് വരണമെങ്കിലോ ഇച്ചിരി പാടാ അല്ലേ? മനസ്സിലായോ? അതാണ് അപ് സ്ട്രീം, എഗൻസ്റ്റ് ദ കറണ്ട്. കോൺസെപ്റ്റ് മനസ്സിലായോ? ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ എലോങ് ദ കറണ്ടും അപ് സ്ട്രീം എന്ന് പറഞ്ഞാൽ എഗൻസ്റ്റ്. കഥ ക്ലിയർ ആയോ എന്താന്ന്? ഉറപ്പാ? ഇത്രയും ക്ലിയർ ആയോ പറഞ്ഞേ? ഓക്കെ. ഇനി നിങ്ങൾ കുറച്ച് ലെറ്ററുകൾ എഴുതിക്കോ. ലെറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലം മനസ്സിലാവില്ല എന്താണ്. ഞാൻ കുറച്ച് ലെറ്ററുകൾ ഇടാൻ പോവാണ്. എസ് എന്ന് പറയുന്നത് എസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ. വാട്ടർ അനങ്ങുന്നില്ലെങ്കിൽ ആ ബോട്ടിന്റെ സ്പീഡാണ് എസ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. പുഴയ്ക്ക് ഒരു കുളമാണെന്ന് വിചാരിക്കേ. അപ്പോൾ ആ വാട്ടർ മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ആ അവസ്ഥയിൽ ബോട്ടിന്റെ സ്പീഡ് നമ്മൾ ഏത് ലെറ്റർ ഉപയോഗിച്ചു? എസ്. ഇനി നമ്മൾ ഇത് അങ്ങോട്ട് ഒഴുക്കുണ്ടെന്ന് വിചാരിക്കുക. അതേ ഡയറക്ഷനിൽ ബോട്ട് പോകാന്ന് വിചാരിക്കുക. അപ്പോൾ സ്പീഡ് കൂടുമോ കുറയുമോ? ആലോചിച്ച് നോക്ക്. പെട്ടെന്ന് എത്തുമോ ഇല്ലയോ? കൂടും. നമുക്ക് ആ പുഴ ഒഴുകുകയാണ്, അതേ ഡയറക്ഷനിൽ തന്നെ ബോട്ട് മൂവ് ചെയ്യാണ്, പെട്ടെന്ന് എത്തൂലേ? ദാറ്റ് മീൻസ് അവിടെ സ്പീഡ് ഇൻക്രീസ് ആവില്ലേ? അപ്പോൾ സ്പീഡിന് വ്യത്യാസം വരുന്നുണ്ട്. ക്ലിയർ? അതാണ് നമ്മൾ സൂചിപ്പിക്കാൻ പോകുന്നത്. പക്ഷേ എസ് എന്തിനാണ് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്? സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ. അടുത്ത ലെറ്റർ നോക്കിക്കോളൂ, ഡബ്ല്യു. നോട്ട് ലെറ്ററുകളെല്ലാം നോക്കുക. വെലോസിറ്റി ഓഫ് വാട്ടർ. ഡി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് കവേർഡ്. ഇത്രയും ലെറ്ററുകൾ നോട്ട് ചെയ്യാം. ഓക്കെ, മാച്ചോട്ടെ. ഞാൻ ഇത്രയും ലെറ്ററുകൾ മനസ്സിൽ വേണം ഏതൊക്കെയാണെന്നുള്ളത്. എന്താണ് ഡൗൺ സ്ട്രീം? എന്താ? എലോങ്, അതിന്റെ കൂടെ. അപ് സ്ട്രീം എന്താ? എഗൻസ്റ്റ്. അപ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെ ആലോചിച്ചാൽ മതി. എന്നുവെച്ചാൽ കയറ്റം അപ്പ് ഇച്ചിരി പാടാം അല്ലേ? സ്പീഡ് ഒഴുക്കിനെതിരെ, അതാണ് മീനിങ്. ക്ലിയർ? ഓക്കെ. എസ് എന്തിനാണ് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്? സ്പീഡ് ഓഫ് ബോട്ടാണ് ഇൻ സ്റ്റിൽ വാട്ടർ. ഓക്കെ. ഇനി ഡബ്ല്യു എന്താണ്? വെലോസിറ്റി ഓഫ് വാട്ടർ. ഡി എന്താണ്? ഡിസ്റ്റൻസ്, എത്ര ദൂരം അത് കവർ ചെയ്തു. ഓക്കെ. ഇനി നോക്കിയോ, നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. എന്താ സ്പീഡിന്റെ ഇക്വേഷൻ? ഓക്കെ, ഡിസ്റ്റൻസ് നോക്കാം. ഒന്നും എഴുതരുതേ. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ഈക്വൽ ടു എന്താ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. എന്താ? സ്പീഡ് ഇൻറ്റു ടൈം. ഈ ഇക്വേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം അത് നോട്ട് ചെയ്യാം. ഈ ഇക്വേഷൻ നമ്മൾ ഓരോ കേസിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ.
ഇത്രയും വരെ ഓക്കെ അല്ലേ? ഇനി ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം, അല്ലെ എന്താണെന്ന് മനസ്സിലാവില്ല. ഇനി ക്വസ്റ്റ്യൻ പയ്യെ വായിച്ചു നോക്കി. എ മോട്ടോർ ബോട്ട് covers a given distance in 6 hours moving downstream of water. എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീം ആണെങ്കിൽ ആ ബോട്ട് എത്ര സമയമെടുക്കും? ഞാൻ ഇവിടുന്ന് ബോട്ട് ഞാനാന്ന് വിചാരിക്കാം, ഇവിടുന്ന് ഈ പില്ലർ വരെ പോകണം. ക്ലിയർ ആയോ? ഡൗൺ സ്ട്രീം ആണെങ്കിൽ ഞാൻ അവിടുന്ന് ഇവിടം വരെ വരാൻ എത്ര സമയം എടുത്തു? 6 hours. ക്ലിയർ അല്ലേ? ക്ലിയർ ആയോ ഇല്ലയോ? ഓക്കെ. ഇനി അടുത്ത സെൻസ് വെച്ച്, ഇറ്റ് കവേഴ്സ് ദ സെയിം ഡിസ്റ്റൻസ് ഇൻ 10 hours മൂവിങ് അപ് സ്ട്രീം. എന്ന് വെച്ചാൽ എന്താ? ഇതേ ദൂരം ഒഴുക്കിനെതിരെയാണ് ആ ബോട്ട് പോണെങ്കിൽ, ഞാൻ ആ ബോട്ട് ഒഴുക്കിനെതിരെയാണ് പോണെങ്കിൽ ഈ അറ്റത്തുനിന്ന് ആ അറ്റം വരെ എത്താൻ എത്ര സമയം എടുക്കും? 10 മണിക്കൂർ. സ്വാഭാവികമാണ്, ഒഴുക്കിനെതിരെ, അപ്പൊ സമയം കൂടുതൽ എടുക്കും. ക്ലിയർ ആയോ? ഒഴുക്കിന്റെ അതേ ഡയറക്ഷനിൽ പോയാൽ എത്ര സമയം എടുക്കും? 6 hours. ഒഴുക്കിനെതിരെ മൂവ് ചെയ്യുവാണെങ്കിൽ എത്ര സമയം എടുക്കും? 10 hours. കഥ ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ദ ടൈം ഇൻ അവേഴ്സ് ഇറ്റ് ടേക്സ് ടു കവർ ദ സെയിം ഡിസ്റ്റൻസ് ഇൻ സ്റ്റിൽ വാട്ടർ. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്? ടൈം കണ്ടുപിടിക്കണം. എപ്പോഴത്തെ? ഇത് സ്റ്റിൽ വാട്ടർ ആണെങ്കിൽ ഈ ബോട്ട് എത്ര സമയം എടുക്കും? ക്ലിയർ ആയോ? കഥ ക്ലിയർ ആയോ? ഒഴുക്കിന്റെ അതേ ഡയറക്ഷനിൽ പോയാൽ 6 മണിക്കൂർ, ഒഴുക്കിനെതിരെ മൂവ് ചെയ്താൽ 10 മണിക്കൂർ. അങ്ങനെയാണെങ്കിൽ സ്റ്റിൽ വാട്ടറിൽ എത്ര സമയം? ചോദ്യം ക്ലിയർ അല്ലേ? അപ്പൊ 3 കേസാണ് ഉള്ളത്. ഏതൊക്കെ 3 കേസ്? 1 ഡൗൺ സ്ട്രീം, 2 അപ് സ്ട്രീം, 3 സ്റ്റിൽ വാട്ടർ. ക്ലിയർ? ഈ 3 സ്ഥലത്തും ഈ സെയിം ഇക്വേഷൻ. നോക്കൂ, ഇനി മാത്സ് ആണ്. കോൺസെപ്റ്റ് കഴിഞ്ഞു, ഫിസിക്സ് എന്ന് പറഞ്ഞ സാധനം കഴിഞ്ഞു. ഇനി 3 സ്ഥലത്തും അപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മൾ ഹെഡിങ് എടുക്കാം, ഡൗൺ സ്ട്രീം. ഡൗൺ സ്ട്രീം ആവുമ്പോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പറഞ്ഞോട്ടെ, സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ ആരുടെയൊക്കെ സ്പീഡ് ഉണ്ട്? ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ എന്താ? ഡൗൺ സ്ട്രീം ഒഴുക്കിന്റെ അതേ ഡയറക്ഷൻ. അപ്പോ ബോട്ടിന്റെ സ്പീഡും ഉണ്ട്, വാട്ടറിന്റെ സ്പീഡും ഉണ്ട്, അല്ലേ? രണ്ടും ഒരേ ഡയറക്ഷൻ അല്ലേ? അപ്പൊ ടോട്ടൽ രണ്ടും കൂടി സം ചെയ്യണം. ക്ലിയർ ആയോ? അപ്പോ സ്പീഡ് എന്ന് പറഞ്ഞാൽ തന്നെ S+W ആണ്. എസ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയോ? അതുകൊണ്ടാണ് ലെറ്റർ ഞാൻ ആദ്യം കൊടുത്തത്. മനസ്സിലായോ ഇല്ലയോ? 2 സ്പീഡ് ഒരേ ഡയറക്ഷനിൽ വന്നു. അപ്പൊ രണ്ടിന്റെ സമ്മാണ് അവിടുത്തെ എഫക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ S+W ഇൻറ്റു ടൈം ഇൻറ്റു സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡാണ് ഇത്രയും, ഇൻറ്റു ടൈം. എത്ര ടൈം എടുക്കും? ഡൗൺ സ്ട്രീം ആകുമ്പോൾ ടൈം എത്രയാ? 6. ക്ലിയർ? ഇത് ഇക്വേഷൻ നമ്പർ 1. ഇനി ഇതേ സാധനം അപ് സ്ട്രീമിൽ നിന്ന് അപ്ലൈ ചെയ്യാം. അപ് സ്ട്രീം പറഞ്ഞോട്ടെ. ഓക്കെ. അവിടുന്ന് ഇങ്ങോട്ട് ഡൗൺ സ്ട്രീം, ഇവിടുന്ന് അങ്ങോട്ട് ഡിസ്റ്റൻസ് സെയിം അല്ലേ? അപ്പൊ ഡി തന്നെ. ഓക്കെ. ആരൊക്കെയാ മൂവ് ചെയ്യുന്നത്? അപ് സ്ട്രീമിൽ ആരൊക്കെയാ മൂവ് ചെയ്യുന്നത്? ബോട്ട് മൂവ് ചെയ്യുന്നുണ്ട്, പിന്നെ ആരാ മൂവ് ചെയ്യുന്നത്? വെള്ളം മൂവ് ചെയ്യുന്നില്ലേ? രണ്ടും ഓപ്പോസിറ്റ് ആണെന്നല്ലേ ഉള്ളൂ. ആണോ അല്ലയോ? ഒഴുക്കിനെതിരെയാണ്. അപ്പൊ ഒഴുക്കിനെതിരെ ബോട്ട് അപ്പുറം എത്തണമെങ്കിൽ ആ വെള്ളത്തിന്റെ സ്പീഡിനേക്കാൾ കൂടുതൽ സ്പീഡിൽ വന്നാലേ പറ്റുള്ളൂ. അപ്പൊ നെറ്റ് എഫക്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? പ്ലസ് ചെയ്യണോ മൈനസ് ചെയ്യണോ? മൈനസ്. ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. വെള്ളം ഇവിടുന്ന് അങ്ങോട്ടും ബോട്ട് ഇങ്ങോട്ടുമാണ്. ക്ലിയർ ആയോ? എന്ന് വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് 5 ന്യൂട്ടൺ, ഇവിടുന്ന് ഇങ്ങോട്ട് 3 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി എങ്ങനെയാണ് കാണുന്നത്? നെറ്റ് എഫക്ട് ഡിഫറൻസ് അല്ലേ? അത് ആ കോൺസെപ്റ്റ് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത്, ഇവിടുന്ന് ഇങ്ങോട്ട് വെള്ളമുണ്ട്, അവിടുന്ന് ഇങ്ങോട്ട് ബോട്ടും ഉണ്ട്. ക്ലിയർ? അപ്പോൾ ബോട്ട് ഇവിടെ എത്തണമെങ്കിൽ ആ ഒഴുക്കിന്റെ സ്പീഡിനേക്കാൾ കൂടുതൽ സ്പീഡിൽ വന്നാലേ ബോട്ട് ഇവിടെ എത്തുള്ളൂ. ഒഴുക്കിന്റെ സ്പീഡിനേക്കാൾ കുറവ് സ്പീഡാണെങ്കിൽ ഒഴുക്കിന് അങ്ങോട്ട് പോകത്തേ ഉള്ളൂ. അപ്പൊ നമ്മൾ നീന്തുന്ന ഒന്ന് ആലോചിച്ച് നോക്കിയേ. നീന്തൽ അറിയാമോ? ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. പുഴ ഇങ്ങോട്ട് ഒഴുകി വരികയാണ്, നമ്മൾ ഓപ്പോസിറ്റ് നീന്തുകയാണ്. പക്ഷെ ഞാൻ നീന്തിയിട്ട് ഒഴുക്കിന്റെ ആ സ്പീഡ് എത്തുന്നില്ല, നമ്മൾ അങ്ങോട്ട് പോവില്ല, നമ്മൾ തള്ളി ഇങ്ങോട്ട് പോകും. ശരിയല്ലേ? അപ്പൊ ഞാൻ അങ്ങോട്ട് പോകണമെങ്കിൽ ആ ഒഴുക്കിന്റെ സ്പീഡിനേക്കാൾ കൂടുതൽ സ്പീഡ് വേണ്ടേ? മനസ്സിലായോ? അപ്പൊ എന്റെ സ്പീഡ് കൂടുതലായിരിക്കണം. ദാറ്റ് മീൻസ് ബോട്ടിന്റെ സ്പീഡ് കൂടുതലായിരിക്കണം. ആരുടെക്കായാലും? വാട്ടറിന്റെക്കായാലും. പക്ഷെ നെറ്റ് എഫക്ട് എനിക്ക് എത്ര കിട്ടുള്ളൂ? എന്റെ സ്പീഡ് മൈനസ് വാട്ടറിന്റെ സ്പീഡ്. ക്ലിയർ? അപ്പൊ ഇവിടെ നമ്മൾ
ബോട്ടിന്റെ സ്പീഡ് മൈനസ് വാട്ടറിന്റെ സ്പീഡാണ് നെറ്റ് സ്പീഡ് ഇൻറ്റു ടൈം. എത്ര ടൈം എടുക്കും? 10 hours. ഡൗൺ സ്ട്രീമിൽ 10 hours. ഇനി ഈ 3 കേസാണ്, ഡൗൺ സ്ട്രീം, അപ് സ്ട്രീം. ഇനി സ്റ്റിൽ വാട്ടറിൽ ഡി ഈക്വൽ ടു, സ്റ്റിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ വാട്ടറിന്റെ സ്പീഡ് എത്രയാ? സ്റ്റിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ വാട്ടറിന്റെ സ്പീഡ് എത്രയാ? 0 ഇല്ലേ? അപ്പൊ വാട്ടർ അനങ്ങുന്നില്ലല്ലോ, അപ്പൊ വാട്ടറിന്റെ നോക്കണ്ട. അപ്പൊ ആര് മാത്രമേ മൂവ് ചെയ്യുള്ളൂ? ബോട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ബോട്ടിന്റെ സ്പീഡ് എസ് ഇൻറ്റു ടി. 3 ഇക്വേഷൻസ് വന്നു. ഇനി ഇത് മാത്സ് ആണ്. നമുക്ക് ഇതിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു നോക്കിയേ. ഇനി ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ, എന്നിട്ട് നമുക്ക് ഇതിലേക്ക് സോൾവ് ചെയ്യാം. എന്താ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് ആദ്യം പറയൂ. ടൈം. ഏത് ടൈം? ഈ ടൈം, സ്റ്റിൽ വാട്ടറിന് എടുക്കുന്ന സമയം. ഈ ടി അല്ലേ വേണ്ടേ? അപ്പൊ ഈ ടി ആണ് ഇനി വേണ്ടത്. ആ ടി കണ്ടുപിടിക്കാൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്നും ചെയ്യണ്ട, ശ്രദ്ധിച്ചിരിക്കുക. ടി കണ്ടുപിടിക്കാൻ d/s ചെയ്താൽ പോരെ അല്ലേ? അപ്പൊ ഡിയും എസും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ടി കിട്ടും. ആണോ അല്ലയോ? യെസ്. അതിനു വേണ്ടി ഈ 2 ഇക്വേഷൻസ് നമ്മൾ യൂസ് ചെയ്യാൻ പോവാം. ശ്രദ്ധിച്ചു എങ്ങനെയാ ചെയ്യണമെന്ന്. ഇവിടെ ഡി ഈക്വൽ ടു എന്താ? എസ് പ്ലസ് ഡബ്ല്യു ഇൻറ്റു 6. ഇവിടെയും ഡി ഈക്വൽ ടു എസ് മൈനസ് ഡബ്ല്യു ഇൻറ്റു, ഈ 2 ഡി സെയിം അല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം തന്നെയല്ലേ ഇവിടുന്ന് ഇങ്ങോട്ടും? ആണോ അല്ലയോ? അപ്പൊ ഡി സെയിം അല്ലേ? അപ്പൊ LHS സെയിം ആണെങ്കിൽ ആര് സെയിം ആയും? RHS സെയിം ആവും. അപ്പൊ നമ്മൾ ഇക്വേഷൻ 1 ഈക്വൽ ടു ഇക്വേഷൻ 2 ആണെന്ന് ഉറപ്പിക്കാം. കാരണം LHS സെയിം ആണ്, അതുകൊണ്ട് RHS സെയിം ആണ്. സോ RHS ഒന്ന് സെയിം ആക്കിയേ. എസ് പ്ലസ് ഡബ്ല്യു ഇൻറ്റു 6 ഈസ് ഈക്വൽ ടു എസ് മൈനസ് ഡബ്ല്യു ഇൻറ്റു 10. അതിൽ നമുക്ക് എസ് കാണാൻ പറ്റുമോ നോക്കിയേ. നമുക്ക് ഡി എസ് ആ വേണ്ടത്. ഇതിൽ നമുക്ക് എസ് ഒന്ന് കാണാൻ പറ്റുമോ നോക്കിയേ. ഇതിൽ നിന്ന് എസ് എത്രയാണോ കിട്ടണത് അങ്ങനെ എഴുതി വെക്കാം. ഇത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് 6x പ്ലസ് 6w 10s മൈനസ് 10w. എസ് എല്ലാം ഒരു സൈഡിൽ വരിക, ഡബ്ല്യു എല്ലാം ഒരു സൈഡിൽ വരിക. സോ ദാറ്റ് ഈസ് 10s മൈനസ് 6s ഈക്വൽ ടു 6w പ്ലസ് 10w. That is 4s equal to 16w. So s equal to 16w by 4 equal to 4w. ഇത്രയും ക്ലിയർ ആയോ നോക്ക്. എസിന്റെ വാല്യൂ എത്ര കിട്ടി? 4w. നമുക്ക് ആരൊക്കെ വേണം? ടി കണ്ടുപിടിക്കാൻ ആരൊക്കെ വേണം? എസും വേണം, ഡിയും വേണം. അതിൽ എസ് കിട്ടിയോ? എസ് എത്രയാണെന്നാ കിട്ടിയേച്ചേണേ? 4w. ഓക്കെ ആണോ? ഓക്കെ. ഈക്വൽ ടു ഡിനോമിനേറ്ററിൽ 4w ആണെന്ന് മനസ്സിലായി. ഇത് കഴിഞ്ഞെങ്കിൽ ഞാൻ മാച്ചിട്ട് ബാക്കി എഴുതാം. എഴുതി കഴിഞ്ഞോ? ഇനി എസിന്റെ വാല്യൂ എത്രയാ? 4w. ഇനി നമുക്ക് ആരെയാ വേണ്ടത്? ഡി. അത് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് ഇക്വേഷനിൽ എസിന്റെ വാല്യൂ ഒന്ന് ഇട്ട് കൊടുത്തേ. എസ് ഈക്വൽ ടു 4w എന്നുള്ളത് ഫസ്റ്റ് ഇക്വേഷനിൽ ഒന്ന് ഇട്ട് കൊടുത്തേ. നമ്മൾ മാത്സ് ചെയ്യുന്നേ ഉള്ളൂ. ഫസ്റ്റ് ഇക്വേഷനിൽ എന്ത് കിട്ടും? ഡി ഈക്വൽ ടു എസ് പ്ലസ് ഡബ്ല്യു ഇൻറ്റു 6 ആണ്. ദാറ്റ് ഈസ് ഡി ഈക്വൽ ടു എസിന്റെ വാല്യൂ എത്രയാണെന്ന് നമ്മൾ പറഞ്ഞു? 4w. സോ ദാറ്റ് ഈസ് 4w പ്ലസ് ഡബ്ല്യു ഇൻറ്റു 6. ദാറ്റ് ഈസ് 5w ഇൻറ്റു 6. ദാറ്റ് ഈസ് ഈക്വൽ ടു 30w. കിട്ടിയോ? ഡിയുടെ വാല്യൂ എത്ര കിട്ടി? 30w. അപ്പൊ അത് ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഡിയുടെ വാല്യൂ 30w കൊടുത്തു. w ക്യാൻസൽ ആയില്ലേ? അപ്പൊ w ക്യാൻസൽ ആയി കഴിയുമ്പോൾ ആൻസർ എത്ര വന്നു? 30/4. 30/4 എന്ന് പറഞ്ഞാൽ എത്രയാ? 30യുടെ പകുതി 15. 15ന്റെ പകുതി 7.5. അപ്പൊ ടൈം എത്ര കിട്ടി? 7.5. ഏതാ ഓപ്ഷൻ നോക്കിയേ. നിങ്ങളുടെ മെറ്റീരിയലിൽ ഏത് ഓപ്ഷനാണ്? 7.5 ഉണ്ടോ? ഉണ്ട്. ഏത് ഓപ്ഷനാ? സെക്കൻഡ് ഓപ്ഷൻ. ക്ലിയർ ആയോ? ചെയ്തത് മനസ്സിലായോ? നമുക്ക് വേറൊരു മോഡലിലേക്ക് പോവാം. ഇത് വെച്ചുകൊണ്ടിരിക്കേണ്ട. ഏകദേശം മനസ്സിലായില്ല എങ്ങനെയാന്ന്. അപ്പോൾ ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ എങ്ങനെ ആലോചിക്കേണ്ടത്? ഡൗൺ സ്ട്രീം എലോങ്, അപ്പ് സ്ട്രീം അപ്പ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി മുകളിലേക്ക്. അപ്പൊ അങ്ങനെ ആലോചിക്കുക. ഇച്ചിരി സമയം എടുക്കും അല്ലേ? അത് എഗൻസ്റ്റ് ദ സ്ട്രീം, ഒഴുക്കിനെതിരെ ഒരു സാധനം മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് അപ്പ് സ്ട്രീം. ഒഴുക്കിന്റെ അതേ ഡയറക്ഷനിൽ പോകുന്നതാണ് ഡൗൺ സ്ട്രീം.
ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഞാൻ പ്രൊജക്ടൈലിൻ്റെ ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 7 എന്നെടുത്തേ. ക്വസ്റ്റ്യൻ നമ്പർ 7. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചോ. ക്വസ്റ്റ്യൻ വായിച്ചോ. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ നമ്പർ 7? എ പ്രൊജക്ടൈൽ ഈസ് ഫയർഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ തന്നിട്ടില്ലേ 60 ടു ദ ഹൊറിസോണ്ടൽ വിത്ത് എ സ്പീഡ് ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ യു തന്നിട്ടുണ്ട്, 20 മീറ്റർ പെർ സെക്കൻഡിലാണ് പ്രൊജക്ട് ചെയ്യുന്നത്. അപ്പോൾ യുവും തന്നിട്ടുണ്ട്, തീറ്റയും തന്നിട്ടുണ്ട്. ഇനി എന്ത് വേണം? ടേക്ക് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആസ് 10 എന്ന് പറഞ്ഞാൽ ജിയുടെ വാല്യൂ എത്ര എടുക്കണം? 10 എടുക്കണം. ദ ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് ദ പ്രൊജക്ടൈൽ. എന്താ ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഇക്വേഷൻ? ആറല്ലേ? പോരട്ടെ, നമ്മൾ ഇന്ന് രാവിലെ പഠിച്ചു. യു സ്ക്വയർ സൈൻ 2θ ബൈ ജി. ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. യു സ്ക്വയർ സൈൻ 2θ ബൈ ജി, സൈൻ 2θ ബൈ ജി. ഇനി യു സ്ക്വയർ, യു എത്രയാ തന്നിരിക്കണ ക്വസ്റ്റ്യനിൽ? എത്രയാ? 20. അപ്പൊ 20 സ്ക്വയർ ഇൻറ്റു സൈൻ 2θ എത്രയാ? 60 ഡിവൈഡഡ് ബൈ, നോട്ട് ചെയ്ത് നോക്കൂ, സമയം കളയണ്ട. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ 20യുടെ സ്ക്വയർ 400 ഇൻറ്റു സൈൻ 120 ബൈ 10. ഓക്കെ, കിട്ടിയോ? ഇത്രയും കിട്ടിയോ? ഓക്കെ, ഇത് നമ്മൾ നോട്ട് ചെയ്യണത് ഈക്വൽ ടു 400 സൈൻ 120 എന്ന് പറയുന്നത് 180 മൈനസ് 60 എന്ന് എഴുതാമോ? 120യുടെ വാല്യൂ അറിയാവുന്നവർക്ക് പെട്ടെന്ന് എടുക്കാം. പക്ഷെ നമ്മൾ സാധാരണ 0 to 90 ആണ് പഠിച്ചു വെച്ചേക്കണേ. അല്ലെങ്കിൽ 180 മൈനസ് 60 120 അല്ലേ? ആണോ അല്ലയോ? 180 മൈനസ് 60 എത്രയാ? 120യാ. സൈൻ 180 മൈനസ് തീറ്റ എത്രയാ? ട്രിഗ്നോമെട്രി കുറച്ചറിയണം. സൈൻ 180 മൈനസ് തീറ്റ, അങ്ങനെ സാധനമൊക്കെ പഠിച്ചിട്ടുണ്ടോ മാത്സ്? സൈൻ 180 മൈനസ് തീറ്റ സൈൻ തീറ്റയാണ്. അപ്പോൾ സൈൻ 180 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ്? സൈൻ തീറ്റയാ. അപ്പോൾ ഇത് എത്ര വരും നോക്കിയേ? 400 സൈൻ 180 മൈനസ് തീറ്റ സൈൻ തീറ്റ. അപ്പോൾ സൈൻ 60. ഇനി സൈൻ 60യുടെ വാല്യൂ എത്രയാ? അതറിയണം. സൈൻ 60യുടെ വാല്യൂ എത്രയാ? √3/2. യെസ്. അപ്പോൾ 400/10 എന്ന് പറയുന്നത് 40 ഇൻറ്റു √3/2. ദാറ്റ് ഈസ് 20√3 is the answer. ഓപ്ഷൻ ഉണ്ടോ നോക്കി? 20√3. cos 60യുടെ വാല്യൂ എത്രയാ? cos 60 1/2. sin 30 1/2. cos 16 sin 13 സെയിം ആണ് അല്ലേ? അറിയാമോ? ഓക്കെ, ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് സൈൻ 60 ആണ്. സൈൻ 60യുടെ വാല്യൂ √3/2. ഇതിലെ മാത്സ് പോയതാണോ ആള്? ആണോ? എന്ത് പറ്റി? ഓക്കെ ഓക്കെ, ഇതിലെ മാത്സ് ട്രിഗ്നോമെട്രി അല്ലാതെ ഫിസിക്സ് ക്ലിയർ ആണോ? അപ്പോൾ ഇത് അറിയണമെങ്കിൽ കുറച്ച് ട്രിഗ്നോമെട്രി അറിയണം കേട്ടോ. ട്രിഗ്നോമെട്രി വാല്യൂസ് എല്ലാം ഒന്ന് പഠിച്ചു വെക്കണം, മാത്സിൽ പഠിച്ചേക്കണം. ക്ലിയർ? ഓക്കെ, പറഞ്ഞാൽ മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? എന്താ കണ്ടുപിടിച്ചുള്ളൂ നമ്മൾ? പ്രൊജക്ടൈലിൻ്റെ എന്താ കണ്ടുപിടിച്ചത്? റേഞ്ചാണ് കണ്ടുപിടിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9 നോക്കി. കഴിഞ്ഞ ക്ലാസ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ആ ക്വസ്റ്റ്യൻ ചെയ്യണത്. ക്വസ്റ്റ്യൻ നമ്പർ 9 ഒന്ന് നോക്കിക്കേ. 9 ക്വസ്റ്റ്യൻ നമ്പർ 9. The coordinates of a moving particle are x equal to at square and y equal to bt square. A and b are constant. The velocity of the particle. ഇതല്ലേ ക്വസ്റ്റ്യൻ? ആണോ അല്ലയോ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഒരു ഫംഗ്ഷൻ ആയിട്ട് വന്നാൽ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ശരിയല്ലേ? ഡെറിവേറ്റീവ് എടുത്ത് വയ്ക്കണം. അപ്പോൾ
ശ്രദ്ധിച്ചോ. നമ്മുടെ കയ്യിൽ എക്സും ഉണ്ട് വൈയും ഉണ്ട്. അപ്പോൾ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ശ്രദ്ധിക്കണം, അപ്പോൾ 2 ഡയമെൻഷൻ ആയിട്ട് അവർ തന്നേക്കണത് ആണോ അല്ലയോ? 2 ഡയമെൻഷനാണ് തന്നേക്കണത്, മനസ്സിലാവുണ്ടോ? അപ്പോൾ 2 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ അവിടെ v ഈക്വൽ ടു വി എക്സ് ഐ പ്ലസ് വി വൈ ജെ. 1 ഡയമെൻഷൻ ആണെങ്കിൽ v എന്ന് പറഞ്ഞാൽ ഒറ്റ വാല്യൂ ഉള്ളൂ. 2 ഡയമെൻഷൻ ആണെങ്കിൽ അതിന് വി എക്സും ഉണ്ട് വി വൈയും ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം വി എക്സ് കാണണം, പിന്നെ നമ്മൾ വി വൈ കാണണം. വി എക്സ് കാണാൻ എന്ത് ചെയ്യണം? എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വി എക്സ് കിട്ടും, വൈയെ ഡിഫറൻഷിയേറ്റ് ചെയ്താലോ വി വൈ കിട്ടും. അപ്പോൾ ഇതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തേ, ഡി ബൈ ഡി ടി ഓഫ് എക്സ് ഒന്ന് പറയാമോ പെട്ടെന്ന്? ഡിഫറൻസിയേഷൻ അറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. 2a t അല്ലേ? ഓക്കെ, വി വൈയെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത്, സോറി വൈയെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തേ, അപ്പോൾ നമുക്ക് വി വൈ കിട്ടും. എത്ര വരും? 2bt അല്ലേ? അപ്പൊ വി എ നമുക്ക് എങ്ങനെ എഴുതാം? വി എ നമുക്ക് എന്ത് എഴുതാം? വി എക്സ് ഐ പ്ലസ് വി വൈ ജെ. ഇതാണ് വി ശരിക്കും പറഞ്ഞ. ഇത്രയും ക്ലിയർ ആയോ? 2 ഡയമെൻഷനിലെ ചേഞ്ചാണ് ഈ പറയണത്. 2 ഡയമെൻഷനിലെ ചേഞ്ച് എക്സ് കമ്പോണൻറ്റും എഴുതണം വൈ കമ്പോണൻറ്റും എഴുതണം. ഫംഗ്ഷനായി വന്നാൽ രണ്ടിൻ്റെയും ഡെറിവേറ്റീവ് എടുത്ത് വെക്കണം അല്ലേ? പക്ഷെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ, ആൻസറിൽ ഇല്ല. ശരിയല്ലേ? നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കണ വെലോസിറ്റിയാ. ആ വെലോസിറ്റി നമ്മൾ കണ്ടുപിടിച്ചോ ഇല്ലയോ? കണ്ടുപിടിച്ചു. നോക്കിയേ, ഞാൻ പറയണ ശ്രദ്ധിച്ചേ. ഒരു വെക്ടർ എന്ന് പറഞ്ഞാൽ അവിടെ റെപ്രസെന്റ് ചെയ്യുന്നതിൽ ഒന്നെങ്കിൽ ഐ ജെ ഏതെങ്കിലുമൊക്കെ വരും. ഇപ്പോൾ കോമ്പിനേഷൻസ് ഒക്കെ വരും. അങ്ങനെയല്ലേ നമ്മൾ ചെയ്തു വെച്ചേക്കണേ. പക്ഷെ ഓപ്ഷനിലുണ്ടോ ഐയും ജെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവർ മാഗ്നിറ്റ്യൂഡ് എടുത്ത് വെച്ചേക്കാണ്, മോഡുലസ് എടുത്തു. ഇനി ഇതിൻ്റെ മോഡുലസ് ഒന്ന് എടുത്തേ, അപ്പോൾ ആൻസർ കിട്ടുമെന്ന് നോക്കാം. ഇതാണ് ശരിക്കും ആൻസർ. പക്ഷെ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്ത് നോക്കിയേ. എങ്ങനെയാണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കണേ ഒന്ന് പറയാമോ? റൂട്ട് പോരട്ടെ, 2at all square plus 2bt all square, that is equal to root. ഇതിൽ കോമൺ ആയിട്ടുള്ള ആരാ നോക്കി? 2t square a square plus b square. ഈ 2t ഇനി നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കാം. ഈ 2t all square എന്നുള്ളത് വെളിയിലേക്ക് വരുമ്പോൾ 2t റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. 2t റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഏതാ? ഫസ്റ്റ് ഓപ്ഷൻ കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവർ ശ്രദ്ധിക്കുക. ഫംഗ്ഷൻ ആയിട്ട് വന്നാൽ, കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നവർക്ക് എനിക്ക് തോന്നുന്നു ഓർമ്മയുണ്ട് അല്ലേ? ഒരു ടേം ഫംഗ്ഷൻ ആയിട്ട് വന്നാൽ, ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷനായി വന്നാൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ആ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എക്സും വൈയും ഉണ്ടെങ്കിലോ, എക്സ് കമ്പോണന്റ് ഉണ്ട് വൈ കമ്പോണന്റ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? രണ്ടിൻ്റെയും ഡെറിവേറ്റീവ് എടുത്ത് വെക്കണം. അതാണ് ഇപ്പോൾ ചെയ്തു വെച്ചേക്കണം. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ചെയ്യാത്ത മോഡൽ ഏതെങ്കിലും ഉണ്ടോ? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 11 അതോട് ചെയ്ത് നമുക്ക് അടുത്ത ലോസ് ഓഫ് മോഷനിലേക്ക് പോകാം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 11 ഒരുമാതിരി ക്വസ്റ്റ്യനൊക്കെ ഇതിൽ ചെയ്തു. ബാക്കി ഞാൻ ഇതായി ഇട്ടേക്കാം. ക്വസ്റ്റ്യൻ നമ്പർ പറഞ്ഞ മുഴുവൻ ചെയ്താൽ മതിയോ? ഏതാണ്ട് കമൻ്റ് അടിച്ചു. ക്ഷമിച്ചിരിക്കുന്നു അല്ലേ? രാവിലെ മുതൽ ഇങ്ങനെ ഒന്ന് വായിട്ടല്ലേ? ക്ഷമിച്ചിരിക്കുന്നു ആണോ? ക്വസ്റ്റ്യൻ നമ്പർ 11. An electric fan has blades of length 30 centimeter. ഒരു ഫാനാണ്, നമ്മൾ ഈ പറയുന്ന ഫാനാണ് ഈ പറഞ്ഞേക്കണത്. ഫാൻ ഈ ഫാനിന്റെ ലീഫിന്റെ ലെങ്ത് എത്രയാ? ദാറ്റ് മീൻസ് ഇത് കറങ്ങുന്നതിന്റെ റേഡിയസ് എത്രയാ? 30. അതാണ് അറിയേണ്ടത് അല്ലേ? ലെങ്ത് അവർ തന്നിരിക്കുന്നു. ഓക്കെ, ലെങ്ത് 30 centimeter as measured from the axis of rotation. If the fan is rotating at
1200 RPM. ഫാൻ കറങ്ങുന്നത് 1200 RPM-ലാണ്. വാട്ട് ഈസ് മീൻ ബൈ RPM? റേഡിയസ് എത്രയാന്ന് മനസ്സിലായി നമുക്ക്, 30 സെന്റിമീറ്റർ ആണെന്ന് മനസ്സിലായി. ദാറ്റ് ഈസ് 30 SI യൂണിറ്റിലേക്ക് മാറ്റിയാൽ 30 × 10⁻² മീറ്റർ അല്ലേ, ഒറ്റയടിക്ക് മാറ്റി. ശരിയല്ലേ? എന്താ RPM എന്ന് വെച്ചാൽ? കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വേർഡ് RPM? ഇല്ല, ഇതുവരെ കേട്ടിട്ടില്ല. മോട്ടറിൻ്റെ ഒക്കെ RPM പറയാ, റൊട്ടേഷൻസ് പെർ മിനിറ്റ്. കേട്ടിട്ടുണ്ടോ? ഇപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം കറങ്ങും? ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം കറങ്ങും? RPM എത്ര പ്രാവശ്യം കറങ്ങും? 1200. ദാറ്റ് മീൻസ് എന്ത് ഡേറ്റ അത്? ദാറ്റ് ഈസ് ഫ്രീക്വൻസിയാണ്. സാധാരണ നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ വേവ് ഒന്നും ചിന്തിക്കണ്ട. ഫ്രീക്വൻസി മീൻസ് അവിടെ ഒരു നമ്പറാണ്. ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം കറങ്ങും? 1200 തവണ കറങ്ങും. ദാറ്റ് ഈസ് ഫ്രീക്വൻസി അല്ലേ? ഫ്രീക്വൻസിയുടെ ഡെഫിനിഷൻ എന്താ? നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്, നമ്പർ ഓഫ് ഓസിലേഷൻസ് പെർ സെക്കൻഡ്, നമ്പർ ഓഫ് വേവ്സ് പെർ സെക്കൻഡ്. സി, നമ്പറാണ്. മനസ്സിലായോ? ഒരു മിനിറ്റിൽ 1200 പ്രാവശ്യം കറങ്ങിയാൽ നമുക്ക് മിനിറ്റ് അല്ല വേണ്ടത്, നമുക്ക് സെക്കൻഡാ. SI യൂണിറ്റ് ആരാ? സെക്കൻഡ് അല്ലേ? അപ്പോൾ ഒരു സെക്കൻഡ് എത്ര തവണ കറങ്ങും? ഒരു മിനിറ്റിൽ 1200 തവണ കറങ്ങിയാൽ ഒരു സെക്കൻഡിൽ എത്ര തവണ കറങ്ങും? RPS ആണ് എനിക്ക് വേണ്ടത്, ×60 അല്ല. 1200 തെറ്റിപ്പോകരുത്, ഡിവൈഡ് ബൈ 60 ആണ്. ഒരു മിനിറ്റിലെ 1200 തവണയേ ഉള്ളൂ. അപ്പോൾ ഒരു സെക്കൻഡ് അതിലും കൂടുവോ? ശരിയല്ലേ? 60 സെക്കൻഡ് എടുത്തപ്പോഴാണ് അയാള് 1200 തവണ കറങ്ങിയത്. ചിന്തിക്ക് 60 സെക്കൻഡ് കൊണ്ടാണ് 1200 പ്രാവശ്യം കറങ്ങിയത്. അപ്പോൾ ഒരു സെക്കൻഡ് അതിലും കുറവല്ലേ വരുള്ളൂ? ഇൻഡു ആണോ? ഡിവിഷനാണ്. അപ്പോ ടിക് ടിക് കട്ടായി. 120/6 എത്രയാ? 20 RPS. ആ 20 RPS എന്ന് പറഞ്ഞാണ് ഇവിടുത്തെ ഡേറ്റ. നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ 20 RPS ആണ്. കൺവേർഷൻസ് ആണ് ഇതെല്ലാം. നമുക്ക് തന്നിരിക്കുന്ന SI യൂണിറ്റിലേക്ക് മാറ്റുന്നതാണ് ഈ പണി മുഴുവൻ ചെയ്തേക്കുന്നത്. RPM ആണ് തന്നത്, അതിന് പകരം RPS-ലേക്ക് മാറ്റി. RPM എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻസ് പെർ മിനിറ്റ്, RPS എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻസ് പെർ സെക്കൻഡ്. കാരണം ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആയതുകൊണ്ട് അതിലേക്ക് മാറ്റണം. ഓക്കെ, അങ്ങനത്തെ കൺവേർഷൻ. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? ബാക്കി ക്വസ്റ്റ്യൻ വായിക്കുക. ഇഫ് ദ ഫാൻ ഈസ് റൊട്ടേറ്റിംഗ് അറ്റ് 1200 RPM, ദ ആക്സിലറേഷൻ ഓഫ് എ പോയിന്റ് ഓൺ ദ ടിപ്പ് ഓഫ് ദ ബ്ലേഡ് ഈസ് അബൌട്ട്. ആക്സിലറേഷൻ വേണം ഓൺ ദ ടിപ്പ് ഓഫ് ദ ബ്ലേഡ്. കറങ്ങുന്ന ഒരു സാധനത്തിന് എന്ത് ആക്സിലറേഷൻ ഉണ്ട്? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഉണ്ട്. യെസ്. അപ്പോൾ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്താണ്? അതാണ് വേണ്ടത്. അപ്പം എന്താ ഇക്വേഷൻ? നമ്മൾ ഇക്വേഷൻ പഠിച്ചു. പോട്ടെ സെൻട്രിപെറ്റലിന്റെ മറിച്ചു നോക്കി പറഞ്ഞോ. ഇപ്പൊ നമ്മൾ എഴുതി തന്ന ഇക്വേഷൻ v²/r അല്ലെങ്കിൽ r⍵² അല്ലേ? ഓർമ്മയുണ്ടോ ഇങ്ങനെ ഒരു സാധനം? അപ്പൊ ഇവിടെ ഏത് ഇക്വേഷൻ എടുക്കണം? തന്നിരിക്കുന്ന ഡേറ്റ നോക്കുക. എഫ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ എഫ് തന്നത് കൊണ്ട് തന്നെ ഒമേഗ കിട്ടും. കാരണം ഒമേഗ എന്ന് പറയുന്നത് 2πf ആണ്. ഓർമ്മയുണ്ടോ? ക്ലിയർ ആയോ? അപ്പൊ ഏതാ ഇക്വേഷൻ നമ്മൾ എടുക്കാൻ പോണത്? r⍵². സോ a = r⍵² എന്നുള്ള ഇക്വേഷൻ എടുക്കാം. r എത്രയാ? 30 × 10⁻². എന്തുകൊണ്ടാണ് 10⁻² ഇട്ടത്? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു, SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി ω², ഒമേഗ എന്ന് പറയുന്നത് 2πf ആണ്. ആ എഫിന്റെ വാല്യൂ എത്രയാ? 20². കാര്യം മനസ്സിലായോ നോക്കിയേ? ചെയ്തെന്താന്ന് മനസ്സിലായോ നോക്കിയേ? ക്ലിയർ ആയോ? സോ ഇത് ചെയ്ത് കഴിയുമ്പോൾ 4.741 m/s² എന്ന് കിട്ടും. ചെയ്യാൻ നിൽക്കരുത്, വീട്ടിൽ പോയി പയ്യെ ഇരുന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കോളാം. ചെയ്ത മെത്തേഡ് എന്താണെന്ന് ക്ലിയർ ആയോ നോക്കുക. ഇതിലെ ഫിസിക്സ് ക്ലിയർ ആയോ നോക്കുക. ക്ലിയർ ആയോ? ഇങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായോ? കറങ്ങുന്ന ഒരു സാധനത്തിന് ഏത് ആക്സിലറേഷൻ ഉണ്ട്? സെൻട്രിപെറ്റൽ. അത് അറിഞ്ഞിട്ട് വേണം ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ. ഇപ്പോൾ ഫാൻ കറങ്ങുക എന്നാണ് പറഞ്ഞേക്കണേ, എന്നിട്ട് അവർ ചോദിച്ചേക്കുവാണ് ഫൈൻഡ് ദ ആക്സിലറേഷൻ. അപ്പോൾ നമുക്ക് മനസ്സിലാവണം അത് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ആണ്. ക്ലിയർ അല്ലേ?
ഓക്കെ, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ 2 ഇക്വേഷൻസ് ഉണ്ട്. ഒന്ന് v²/r ഉണ്ട്, ഒന്ന് r⍵² ഉണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന ഡേറ്റ നോക്കുക, എഫ് ഉണ്ട്. അപ്പോൾ എഫ് ഉണ്ടെങ്കിൽ ഒമേഗ കിട്ടും, ഒമേഗ 2πf. അപ്പോൾ ഒമേഗയുള്ള ഇക്വേഷൻ എടുക്കുക. ഒരു ഏകദേശ രൂപം ഔട്ട്ലൈൻ കിട്ടിയോ എങ്ങനെയൊക്കെ ഈ പോണ സാധനം എന്നുള്ളത്? ഇല്ല. ഈ ക്വസ്റ്റ്യൻ എന്തെങ്കിലും, ഈ ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം? വേണോ വേണ്ടയോ? വേണ്ട. ഓക്കെ. ഉറക്കമൊന്നും വന്നില്ല ഞങ്ങൾക്ക്. ഞാനാണ് ഉറക്കം എന്ന് പറയണത്. ബാക്കി ഞാൻ അയച്ചേക്കാം. ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻസ് അയച്ചു തന്നേക്കാം. ലോസ് ഓഫ് മോഷൻ നോക്കാം. ബാ. എങ്ങനെയാണ് ലോസ് ഓഫ് മോഷൻ അറിയാമോ?